അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിലും വികസന പദ്ധതികളിലും ഊന്നി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. അങ്കണവാടി ആശാ വർക്കേഴ്സിന്റെയും സാക്ഷരതാ പ്രേരക്മാരുടെയും വേതനം 1000 രൂപ കൂട്ടി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചു. ജീവനക്കാരുടെ DA കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നും അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ മുതൽ നടപ്പാക്കുമെന്നും ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ജനക്ഷേമമാണ് നയമെന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ആശാ അംഗനവാടി ജീവനക്കാരുടെയും പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരക്മാർ എന്നിവരുടെയും വേതനം 1000 രൂപ കൂട്ടി. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. ക്ഷേമ പെൻഷനായി 14,500 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം കൂട്ടും. സർക്കാർ ജീവനക്കാരെ ലക്ഷ്യമിട്ടും ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷനെ പ്രഖ്യാപിച്ചു. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ആവശ്യപ്പെടും. DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും മന്ത്രി. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിക്കുന്നു. അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കും. മെഡിസെപ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് ഫെബ്രുവരിയിൽ തുടക്കമാകും. മെഡിസെപ് മാതൃകയിൽ പൊതുമേഖലാ സഹകരണ ജീവനക്കാർക്കും വിരമിച്ചവർക്കും ഇൻഷുറൻസ് പദ്ധതി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പുതിയ ഇൻഷുറൻസ് പദ്ധതി. വയോജനക്ഷേമത്തിനായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്ന എൽഡർലി ബജറ്റ് എന്ന പ്രത്യേക രേഖയും മന്ത്രി അവതരിപ്പിച്ചു. അധിക നികുതി നിർദ്ദേശങ്ങൾ ബജറ്റിലില്ലാത്തത് ആശ്വാസകരമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.